ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കൊമേഴ്സ് അക്കാദമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. അക്ഷര കൈരളി +1 തുല്യത അക്കൗണ്ടൻസി ഈ വർഷം ചോദിച്ച മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു എസ് എ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇരട്ടക്കോളം ക്യാഷ് ബുക്ക്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒരു ഇരട്ടക്കോളം ക്യാഷ് ബുക്ക് ദുഷ്വാർ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ്. നമുക്ക് 8 ട്രാൻസാക്ഷൻസ് തരും, അത് നമ്മൾ പോസ്റ്റ് ചെയ്യാം, ദെൻ ബാലൻസ് ചെയ്യാം. ക്യാഷ് ബുക്കാണ്. അപ്പോൾ ക്യാഷ് ബുക്കിൽ നമ്മൾ നമ്മുടെ ബിസിനസ്സിലോട്ട് വന്നിട്ടുള്ള ക്യാഷും നമ്മുടെ കയ്യിൽ നിന്നുള്ള പോയ ക്യാഷും കണക്കിലാക്കും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബാക്കി എത്ര പൈസ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഈ ക്യാഷ് ബുക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. കടത്തിന് മേടിച്ചതൊന്നും നമ്മൾ ഇതിലെടുക്കില്ല, ക്യാഷ് ബുക്കിൽ എടുക്കില്ല. നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ആയിട്ട് വന്നതും റിസീപ്റ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് പോയതും പേയ്മെൻറ്റ്, അത്രയേ ഉള്ളൂ ക്യാഷ് ബുക്ക്. ഒരു അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിലാണ് നമ്മൾ ക്യാഷ് ബുക്ക് വരയ്ക്കുക. 2 എമൗണ്ട്, ഇരട്ടക്കോളം ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം കൊടുക്കണം, ഒരു LF കോളം കൊടുക്കണം, ദെൻ ഡേറ്റ് കോളം, ഒരു പെർട്ടിക്കുലർ കോളം. അങ്ങനെയാണ് നമ്മുടെ ഫോർമാറ്റ് വരിക. ടി ഫോർമാറ്റ്, ജസ്റ്റ് ഒരു ടി ഫോർമാറ്റാണ് എന്ത് നമ്മുടെ ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഒരു ടി ഫോർമാറ്റിലാണ് നമ്മൾ വരയ്ക്കുക. ഇരട്ടക്കോളം ആയതുകൊണ്ട് 2 എമൗണ്ട് കോളം. ഓർക്കുക, ഇതിൽ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡാണ് പേയ്മെന്റ് സൈഡ്. കയ്യിൽ നിന്ന് പൈസ പോയതെല്ലാം എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡാണ് നമ്മുടെ റിസീപ്റ്റ് സൈഡ്. നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ വന്നതെല്ലാം എവിടെ എഴുതണം? റിസീപ്റ്റിൽ എഴുതണം. ടു ബൈ. ഇങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ടിന്റെ പോസ്റ്റ് ചെയ്യുക. കയ്യിലോട്ട് പൈസ വരുന്നത് ക്യാഷ് കോളത്തിലും, ബാങ്കിൽ നിന്ന് പൈസ പോണത് ബാങ്ക് കോളത്തിലും. ചെക്ക് എന്ന വാക്ക് കണ്ടാൽ അവിടെ ബാങ്കാണ് എമൗണ്ട് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ ശ്രദ്ധിക്കാനുള്ളത്? ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ ശ്രദ്ധിക്കാനുള്ളത്. 2 സൈഡ് ഉണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. റെസിപ്റ്റ് സൈഡും പേയ്മെന്റ് സൈഡും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ആദ്യം നോക്കാം. 1, 3, 25, 24 അതിൽ നമ്മുടെ കൈവശമുള്ള പണം 10,000, ബാങ്കിലുള്ള പണം, അതാണ് ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ ജസ്റ്റ് ഇത് എടുത്ത് എഴുതുന്നു, ഓപ്പണിംഗ് ബാലൻസ് എഴുതുന്നു. ബാലൻസ് ബോർ ഡൗൺ. കയ്യിൽ 10,000, ബാങ്കിൽ 30,000. അത് എടുത്ത് എഴുതി. ആദ്യത്തെ പണി കഴിഞ്ഞു. ആദ്യത്തെ നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റൊക്ക വിൽപ്പന. വിറ്റു, 5,000 രൂപയ്ക്ക് വിറ്റു. റൊക്കം പണത്തിന് വിറ്റു. കയ്യിൽ എന്ത് വന്നു? പൈസ വന്നു. ആ ഒരു ഇത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കയ്യിൽ പൈസ വരികയാണ്. ക്യാഷ് ബുക്കിൽ ടു ക്യാഷ് എന്നല്ല എഴുതുക. ഇവിടെ എന്താ? വിൽപ്പനയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. വിൽപ്പന എന്ന് പറയുമ്പോൾ കയ്യിൽ പൈസ വരികയാണ്, ടു സെയിൽസ്. റൊക്കം ക്യാഷിനെയാണ് വിറ്റത്, 5,000 രൂപ നമ്മൾ റിസീപ്റ്റിൽ എഴുതി. കയ്യിൽ പൈസ വന്നു. സെയിൽ നടക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ വരികയാണ്, ടു സെയിൽസ് 5,000 എഴുതി കഴിഞ്ഞു. രണ്ടാമത്തെ ട്രാൻസാക്ഷനും കഴിഞ്ഞു. മൂന്നാമത്തെ നോക്കാം. ബാങ്കിൽ നിക്ഷേപിച്ചു. അപ്പം നമ്മളിവിടെ നോക്കാം. ബാങ്കിൽ നിക്ഷേപിച്ചു, ബാങ്കിൽ പൈസ കൂടി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു, നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയി? ക്യാഷ് പോയി. ശ്രദ്ധിക്കണം, ക്യാഷും ബാങ്കും വരുന്ന ജേർണൽ എൻട്രി വിളിക്കുന്ന പേരാണ് എന്ത്? കോൺട്രാ എൻട്രി. അപ്പോൾ നമ്മൾ കോൺട്രാ എൻട്രി നമുക്ക് പോസ്റ്റ് ചെയ്യണം. കോൺട്രാ എൻട്രി പോസ്റ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നോക്കുക, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് നമ്മുടെ ജേർണൽ എൻട്രി. ടു എല്ലാം എവിടെ പോസ്റ്റ് ചെയ്യുക? അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് അല്ലേ? ടു ക്യാഷ്. ലെഡ്ജർ ഫോളിയോ കോളത്തിൽ കോൺട്രാ. ക്യാഷ് എന്ന് പറഞ്ഞ് ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്. അങ്ങനെയാണ് കോൺട്രാ എൻട്രി പോസ്റ്റ് ചെയ്യുക. ടു എല്ലാം ഇവിടെയാണ്, ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്യുക. ബൈ, ഇവിടെ ബൈ ഉണ്ട്, സൈലന്റ് ആണെന്ന് മാത്രം. ബൈ എല്ലാം നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ്, അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ദെൻ നോക്കിക്കോ, ഒരു സൈഡേ പോസ്റ്റിംഗ് ആയിട്ടുള്ളൂ. ടു ക്യാഷ് എന്ന് പറഞ്ഞു, കോൺട്രാ എമൗണ്ട് ബാങ്ക് കോളത്തിൽ എഴുതി. ഇനി ബൈ ബാങ്ക് എന്ന് പറയുന്നു, കോൺട്രാ എന്ന് എഴുതുന്നു, ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. അങ്ങനെ അക്കൗണ്ടിന്റെ 2 സൈഡിലും നമുക്ക് എന്ത് വരും? പോസ്റ്റിംഗ് വരും. ഏതിന്റെ കാര്യത്തിൽ? കോൺട്രാ എൻട്രിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് കോൺട്രാ എൻട്രി ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എഴുതി ചെയ്യാം. ബാങ്കിൽ പണം നിക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ബാങ്കിൽ പൈസ കൂടി, കയ്യിലുള്ള പൈസ കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ടു എല്ലാം ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യും, ടു ക്യാഷ്. എമൗണ്ട് ബാങ്ക് കോളത്തിലെ,
ബൈ ബാങ്ക് എമൗണ്ട് ക്യാഷ് കോളത്തിൽ. അങ്ങനെയാണ് നമ്മൾ കോൺട്രയുടെ പോസ്റ്റിംഗ് നമ്മൾ ചെയ്യുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. റൊക്കൽ വാങ്ങൽ 5000 രൂപ നമ്മൾ വാങ്ങുമ്പോൾ കയ്യിൽ നിന്ന് എന്ത് പോയി? പൈസ പോയി. ബൈ പർച്ചേസ് റൊക്കം വാങ്ങലാണ്, ക്യാഷിൽ എമൗണ്ട് എഴുതി. ഇത് ഇത്രയേ ഉള്ളൂ. അടുത്തത് നോക്കാം നമുക്ക്. ശമ്പളം ചെക്കിലൂടെ നൽകി, പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ്, ശമ്പളം പോയി, പേയ്മെന്റ് സൈഡാണ് നമ്മൾ എടുക്കുക. ശമ്പളം എഴുതിയിട്ടുണ്ട് നമ്മൾ. ശമ്പളം ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് കോളത്തിൽ നമ്മൾ എമൗണ്ട് എഴുതുന്നു. അതും കഴിഞ്ഞു. കയ്യിൽ നിന്ന് പൈസ പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ബൈ എന്ന് കൊടുത്തത്. അടുത്തത് നോക്കാം നമുക്ക്. മാത്യുവിൽ നിന്ന് ലഭിച്ചു എന്ന് പറയുമ്പോൾ കയ്യിലേക്ക് എന്ത് വന്നു? പൈസ വന്നു. ടു മാത്യു ഡെബിറ്റ് സൈഡിൽ എഴുതി. പൈസയാണ് ലഭിച്ചത് 10,000. അത്രയേ ഉള്ളൂ. വന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയതെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഒന്നും അറിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് എവിടെ എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പൈസ പോയതൊക്കെ ക്രെഡിറ്റ് സൈഡിൽ, പൈസ വന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ. അത്ര മാത്രം ഓർക്കുക. അടുത്തത്, ബാങ്കിൽ നിന്നും പണം പിൻവലിച്ചു. സ്വകാര്യ ആവശ്യങ്ങൾക്ക് പിൻവലിക്കുമ്പോഴാണ് ഡ്രോയിങ്സ്. വെറുതെ ഇത് ഓഫീസ് പർപ്പസിനാണെങ്കിൽ അത് എന്ത് എൻട്രിയാണ്? കോൺട്രയാണ്. ബാങ്കിൽ നിന്ന് എന്ത് പിൻവലിച്ചു? പണം പിൻവലിക്കുകയാണ്. അപ്പോൾ കയ്യിൽ എന്ത് വന്നു? നമ്മൾ പൈസ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്ത് വന്നു? ക്യാഷ് വന്നു. ക്യാഷ് കൂടി. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ബാങ്കിൽ പൈസ എന്ത് ചെയ്തു? കുറഞ്ഞു. ടു ബാങ്ക് എന്ന് എഴുതുന്നു. കോൺട്രയാണ്. ക്യാഷും ബാങ്ക് വന്നപ്പോൾ കോൺട്ര എൻട്രിയാണ്. കോൺട്ര ബാങ്ക് എഴുതി, ക്യാഷ് കോളത്തിൽ എമൗണ്ട് എഴുതി. ബൈ ക്യാഷ് എന്ന് എഴുതുന്നു, ബാങ്ക് കോളത്തിൽ എമൗണ്ട് എഴുതുന്നു. കോൺട്ര എൻട്രിയുടെ പോസ്റ്റിങ്ങും അവിടെ കഴിയുന്നു. അടുത്തത് എന്താ? ലാസ്റ്റ്, രാജേഷിന് ചെക്കിലൂടെ പൈസ നൽകി. രാജേഷിന് പൈസ കൊടുത്തു. പേയ്മെന്റ് സൈഡിൽ എഴുതി നമ്മൾ. ബൈ രാജേഷ്. ചെക്ക് ആയതുകൊണ്ട് ബാങ്ക് കോളം. ഇത്രയും ഐറ്റംസ് പോസ്റ്റ് ചെയ്യുന്നു. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. രണ്ട് സൈഡും കൂട്ടി നോക്കുക. അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും കൂട്ടി നോക്കുക. ഇവിടെ കൂട്ടി നോക്കുമ്പോൾ കൂടുതൽ വന്നത് 30,000, 38,000 ആണ്. കൂടുതൽ വന്നത് രണ്ട് സൈഡിലും എഴുതി വെച്ചു. ഇവിടെയാണ് കുറവ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ ടോട്ടൽ ചെയ്യണം. 8,000, 5,000, 13,000. കൂടുതൽ 30,000. 30,000 13,000 പോയാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്രയാണ്? 17,000. ഇവിടെ 38,000 ടോട്ടൽ ചെയ്യുന്നു, കൂട്ടി നോക്കുന്നു. ഇവിടുത്തെ ടോട്ടല് 15,000. 38,000 മൈനസ് 15,000, 23,000. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 17,000, ബാങ്കിലുള്ള ക്യാഷ് 23,000. അത് അടുത്ത മാസത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. ഇത്രയേ ഉള്ളൂ ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.